അതുപോലെ ഒരു ചിരി അതിലാണ് വന്നത്. ആ മനുഷ്യൻ്റെ ആവഴിയ കല്യാണ സൗന്ദര്യത്തിലെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. അതൊക്കെ അന്നേരം പക്ഷെ വന്നതാണ് കേട്ടോ. ഇറ്റ് വാസ് നോട്ട് ഇൻ ദ സ്ക്രിപ്റ്റ് ഓർ എനിത്തിങ്. ഐ ലവ് യു എന്ന് പറയുന്നതുണ്ട്, പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ വെച്ച് അദ്ദേഹം മാറ്റിയെടുത്തതാണ്. ഐ ലവ് യു എന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷനും. അതാണ് ഞാൻ ഇന്നലെ തൊട്ട് ഇങ്ങനെ ഇരുന്ന് പറയാണ് ഞാൻ ഇതിന്റെ ഫേസ് ആണ്, ഇതിന്റെ ബ്രെയിൻ അവിടെയാണ്, ഇതിന്റെ വിഷൻ ഇവിടെയാണ്. ഇതെല്ലാം ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞ് എല്ലാവരിലേക്കും ന്യൂസ് എത്തിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ജിംനാസ്റ്റിക്സിനൊക്കെ പോകുമ്പോൾ അപ്പോൾ 1 മണിക്കൂർ നമ്മൾ അവിടെ പേരൻ്റായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോഴൊക്കെ ഞാൻ ഈ പാട്ട് നാദം നാരദ ഞാൻ ഫുൾ ടൈം ഇവരെ വിളിക്കുമ്പോഴും ഒക്കെ അപ്പോൾ ഈ ആളുകളൊക്കെ നോക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സുമരമ്മ അവിടെ മരുന്നമ്മലുണ്ട്, നമുക്ക് അവിടെ പോവാം. ഓ ശരി പോവാം. ഇവിടെ ഈ അമ്പലമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അമ്പലയാത്രകൾ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊരു ഫുൾ യൂണിറ്റിൻ്റെ ഒരു ഫോട്ടോ ഇറങ്ങിയിരുന്നു ആകാശങ്കയുടെ. അതിലിപ്പോൾ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ കൂടെ ഇല്ല, കുറേ പേര്. പിന്നെ അച്ഛനും അമ്മയ്ക്കും ആദ്യം തൊട്ടേ ലൈഫിൽ ഇതും കൂടെ ആഡ് ഓൺ ആയിരുന്നു. അതായത് ഇറ്റ് വാസ് നോട്ട് ലൈക്ക്, അതുകൊണ്ടാണ് കോളേജും ഡാൻസും ഒക്കെ അതിന് സൈഡ് ടു സൈഡ് കൊണ്ടുപോയത്. അതിപ്പോൾ ഡെസ്റ്റിനി ഈസ് ദെയർ ഫോർ എവ്രി വൺ. ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ദ വേ വി ലുക്ക് അറ്റ് ഇറ്റ്. നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ദിവ്യയുടെ 1-2 ഇന്റർവ്യൂ ഞാൻ റെഫർ ചെയ്തായിരുന്നു. AD വർക്കൊക്കെ കുറച്ചൊക്കെ ചെയ്യും, കണ്ടിന്യൂറ്റി എഴുതല്, പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കല്. പ്രോംപ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ ഒരിടത്ത് ഇരിക്കാൻ ഇഷ്ടമല്ല, ഞാൻ ഇങ്ങനെ ഓടി നടക്കും. ക്ലാപ്പ് അടിക്കാൻ പഠിക്കുക, ക്ലാപ്പ് അടിക്കുമ്പോൾ കണ്ണടയ്ക്കാണ്ടിരിക്കുക, ഇങ്ങനത്തെയൊക്കെ കുറേ എനിക്ക് തന്നെ കുറേ പണി കൊടുത്ത് കണ്ടിന്യൂറ്റി എഴുതുക. ഇല്ല വെൽക്കം ദിവ്യ ഉണ്ണി. ദിവ്യ സ്വാഗതം. നമസ്കാരം. റീൽ ടു റീലിലേക്ക് സ്വാഗതം. ഇത് കേട്ടപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രസ്റ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? കാരണം ദിവ്യ ഒരു കോർണറിൽ നിൽക്കുന്നു, 12,000 പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു, ഒരു 500-600ഓളം ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗുരുക്കന്മാരെ മാത്രം ട്രസ്റ്റ് ചെയ്യുക. കാരണം പ്രത്യേകിച്ച് ഒരു നോർമൽ അറ്റംപ്റ്റ് ആണ്, ഓക്കെ. ഗിന്നസ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിന് മിസ്റ്റേക്സ് വരരുത്, ഒരാൾ പോലും തെറ്റിക്കരുത്, അങ്ങനെയൊക്കെ ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആരെയാണ് ദിവ്യ ശരിക്കും ട്രസ്റ്റ് ചെയ്യുന്നത്? ഇത്രയും ആളുകളുണ്ട്, നേരിട്ട് ദിവ്യക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇത്രയും പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടൊരു കാര്യമേ അല്ല. ദിവ്യ കൊടുക്കുന്ന വീഡിയോ അവർ കണ്ട് പഠിച്ച് വരുന്നു വരും എന്നുള്ളൊരു വിശ്വാസം മാത്രമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, അത് ഗുരുക്കന്മാരുടെ അവർ ഭരതനാട്യം എന്ന കലാരൂപത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കുന്ന അവരുടെ സമയവും അവരുടെ എന്താ പറയുക എക്സ്പീരിയൻസും അതിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. കാരണം അവർ മുഖേനയാണല്ലോ. ഇപ്പോൾ നമ്മളും ഒരു എന്താ പറയുക സ്കൂൾ ടീച്ചറിനെയോ അല്ലെങ്കിൽ നമ്മളൊരു കല പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ കൊണ്ട് ചേർക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. ബിക്കോസ് പഠിപ്പിക്കുന്ന രീതി പലർക്കും പലതാണ്. ഈ കല തന്നെ, കലയെ മാത്രമല്ല ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിനെ പഠിപ്പിക്കുന്ന അപ്രോച്ച് ചെയ്യുന്ന രീതി പല ടീച്ചേഴ്സിൻ്റെയും വേറെ ആയിരിക്കുമല്ലോ. ആ മെത്തേഡ് കോൺസെപ്റ്റ് അങ്ങനെ പല പേരുണ്ട്. സോ അതിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ് അവരുടെ ആ ഒരു ജേർണി വിത്ത് ഡാൻസ്. അതിനെയാണ്. ഇതിപ്പം നമുക്ക് ഏതൊരു കലാരൂപമാണെന്നുണ്ടെങ്കിൽ ഇതിന് റിഹേഴ്സൽ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവും. 29-ാം തീയതിയാണ്, ഡിസംബറാണ്. ഇപ്പം ഈ 12,000 പേരെ വെച്ച് ഒരു സ്റ്റേജ് റിഹേഴ്സൽ അല്ലെങ്കിൽ ഡ്രസ് റിഹേഴ്സൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതെയോ അന്നത്തെ ദിവസമാണോ നിങ്ങൾ ഇത്രയും പേര് കാണുന്നത്? അന്നത്തെ ദിവസമാണ് എല്ലാവരും കാണുന്നത്. റിഹേഴ്സൽസ് എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഗുരുക്കന്മാരുടെ കീഴിൽ ആയിട്ട് പ്ലാൻ ചെയ്യുന്ന റിഹേഴ്സൽസാണ്. അത്രയേ ഉള്ളൂ. അത് കാരണം നമ്മൾ മൂവ്മെന്റ്സ് ഉള്ള കോറിയോഗ്രാഫി അല്ല. ഇതിന്റെ കോറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഡാൻസർ റിമെയിൻസ് സ്റ്റാഗ്നന്റ് ഇൻ ദെയർ പൊസിഷൻ, ബട്ട് ബോഡി അംഗം വെച്ചിട്ടുള്ള ചലനങ്ങളാണ്. ആസ് എ ഗ്രൂപ്പ് നമ്മൾ മൂവ് ചെയ്യുന്നില്ല. ഞാൻ ചോട്ടെ, എൻ്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ 12,000 പേരെ പ്ലേസ് ചെയ്യണ്ടേ? കലൂർ സ്റ്റേഡിയത്തിലാണ് പ്ലേസ് ചെയ്യണം. ഈ പ്ലേസ്മെന്റ് എപ്പം എങ്ങനെ, ഇത് നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്ത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും? ഇന്നയാൾ ഇന്ന പൊസിഷൻ, ആ പ്ലേസ്മെന്റ് എങ്ങനെയാണ് സാധിക്കുന്നത്? ഓരോ ഗുരുവിനും നമ്മൾ അസൈൻഡ് ഡോർസ് ഉണ്ട്. ഓരോ ഗുരുക്കനും അത് ഇത്ര ഒരാൾക്കാണോ, അത് കൂടുതൽ ഡീറ്റെയിൽസ് അത് മാനേജിങ് ടീമിനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദാറ്റ് ഇത്ര നമ്പർ ഓഫ് ടീച്ചേഴ്സ് വിൽ ഹാവ് ഗേറ്റ്, ലെറ്റ്സ് സേ എക്സാമ്പിൾ ഗേറ്റ് എ. സോ ടീച്ചേഴ്സ് ഫ്രം 1 to 10 ആണെങ്കിൽ അവർ ഗേറ്റ് എ വഴിയാണ് അകത്ത് കയറുക.
ആ ഓരോ ടീച്ചറിൻ്റെ പേരിലും മാർക്ക്ഡ് പൊസിഷൻസ് വിൽ ബി ദെയർ ഫോർ ദെയർ ഓൺ, അവരുടെ കീഴിലുള്ള സ്റ്റുഡൻസ്. സോ ഒരു ടീച്ചറിൻ്റെ കീഴിൽ 25 കുട്ടികളുണ്ടെങ്കിൽ ആ 25 കുട്ടികളുടെ മാത്രം പ്ലേസ്മെൻ്റ് ആണ് ഈ ടീച്ചർ നോക്കുന്നത്. അങ്ങനെയാണ് അല്ലേ? വലിയൊരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ തോന്നിയിട്ടുണ്ട് സമാധാനമായിട്ടൊരു ദിവസം. കാരണം അത്രയും ടെൻഷനല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, അത് വളരെ എന്താ പറയുക, ഇൻട്രിക്കേറ്റ് ആയിട്ട് ഇത് മാനേജ് ചെയ്യുന്നത് മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ മാഗസിനാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന CEOs മിസ്റ്റർ ഷമീർ ആൻഡ് മിസ്റ്റർ നിഘോഷാണ്. അവരുടെ കീഴിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമുണ്ട്. ഞാൻ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. സോ അവരുടെ ഒരു വലിയ ടീം തന്നെയുണ്ട്. അവർ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് കൊച്ചിൻ സിറ്റിയുടെ നല്ല സപ്പോർട്ടുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ബേസിക്കലി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കാവുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും പറയുമ്പോൾ മൃദംഗ നാദം ഇപ്പം മറ്റേ ആൾക്കാരാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കാണുക ദിവ്യയുടെ പ്രോഗ്രാമാണ്. ഫേസ് അല്ലേ? അതെ, ദിവ്യയുടെ മാത്രം പേരാണ് തരുന്നത്. ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന ആൾക്കാരാണ്, അവരാണ് ചെയ്യുന്നത്, ഇവരാണ് ഇതിന്റെ ലീഡ്, അവരാണ് ചെയ്യുന്നത്. ഇതിന്റെ പുറകിൽ എല്ലാം അതാണെന്നുണ്ടെങ്കിൽ അതൊന്നും ബാക്കി ആരും കേൾക്കില്ല. ദിവ്യയുടെ ലീഡ് ചെയ്ത് ദിവ്യയുടെ എല്ലാം ദിവ്യയുടെ. പക്ഷെ അതാണ് ഞാൻ ഇന്നലെ തൊട്ട് ഇങ്ങനെ ഇരുന്ന് പറയാണ്. ഞാൻ ഇതിന്റെ ഫേസ് ആണ്, ഇതിന്റെ ബ്രെയിൻ അവിടെയാണ്, ഇതിന്റെ വിഷൻ ഇവിടെയാണ്. ഇതെല്ലാം ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞ് എല്ലാവരിലേക്കും ന്യൂസ് എത്തിക്കുന്നുണ്ട്. ഞാൻ ഈ നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദിവ്യയുടെ 1-2 ഇന്റർവ്യൂ ഞാൻ റെഫർ ചെയ്തായിരുന്നു. അതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള 1-2 ഇന്റർവ്യൂവിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതുവരെ വന്ന ഇപ്പം നീ എത്ര തന്നെ മുതൽ ആകാശങ്ക 2 വരെ ഇതുവരെ വന്ന വേഷങ്ങളെല്ലാം എന്നെ വിളിച്ചു വന്നു ചേർന്നതാണ്. അതെല്ലാം ഭാഗ്യം കൊണ്ട് നന്നായി എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഒരു ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന, ഭാഗ്യത്തിൽ മാത്രം വിശ്വസിച്ച് കരിയറിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒഴുക്കിനൊപ്പം നീന്തുന്ന വ്യക്തിയാണ് ദിവ്യ. അതായത് പ്ലാൻ ചെയ്ത് എൻ്റെ കരിയർ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ നെക്സ്റ്റ് 5 വരെ എനിക്ക് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ എൻ്റെ ഡാൻസ് കരിയർ അടുത്തൊരു 1 വർഷം എനിക്ക് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടേഴ്സിന് ഇങ്ങനെ പ്ലാൻ ചെയ്യണം. അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് വരുന്നത് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്തോ ദൈവാലയം കൊണ്ട് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ഈ ഒഴുക്കിനൊപ്പം നീന്തുക എന്നുള്ളതാണ് ശരിക്കും. നല്ല ഒഴുക്കാണെങ്കിൽ നമ്മൾ എന്തിനാണ് ദശമാറി ഒഴുകുന്നത് എന്നുള്ളൊരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാഗ്നൻ്റ് ആവുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പ്രോഗ്രസ് ഇല്ല എന്ന് നമുക്കൊരു ചിന്ത വരുമ്പോഴാണല്ലോ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടി വരുന്നത്. അവിടേക്ക് എത്തിയിട്ടില്ല ഇതുവരെ. പിന്നെ ഡെസ്റ്റിനിയിലാണോ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടതാണ്, അല്ലെങ്കിൽ തന്നതാണ് ഇതെല്ലാം. അതിപ്പോൾ ഡെസ്റ്റിനി ഈസ് ദെയർ ഫോർ എവ്രി വൺ. ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ദ വേ വി ലുക്ക് അറ്റ് ഇറ്റ്. വിളിക്കുമ്പോൾ പോയി ചെയ്യുന്നു, കഥയൊന്നും കേൾക്കാറില്ല. ഞാൻ അതിനോട് ഇന്റർവ്യൂസിൽ കേട്ടിരുന്നു. അപ്പോൾ ഈ ദിവ്യക്ക് ഒരു ക്യാരക്ടറായി മാറാൻ എത്ര സമയം വേണം? കാരണം അവിടെ ചെന്നിട്ട് കഥയും ക്യാരക്ടറൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പിന്നെ അതിന് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു വേർഡിന് അവിടെ സ്ഥാനമല്ല. പക്ഷെ അതിലേക്ക് ഇന്നാവാൻ ഒരു സമയം വേണ്ടേ? പെട്ടെന്നാവാൻ പറ്റും ഏത് ക്യാരക്ടറാണെങ്കിലും. അത് ഒരു ന്യൂജൻ കോൺസെപ്റ്റാണിത്. പക്ഷെ നല്ല കോൺസെപ്റ്റാണ് ഇത്. ആ ഒരു പ്രോസസ്സ്, മെത്തേഡ്, ക്യാരക്ടർ ആകുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പന്മാരാണ് നമ്മളെ വിളിക്കുന്നത്. സോ അവർക്ക് ഇതൊക്കെ അവർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, ഒരു കലാകാരനിൽ നിന്നും അഭിനയം എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവരുടെ ഗൈഡൻസ്, നമ്മൾക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള മാപ്പ് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും തപ്പൽ വരില്ല. സോ അങ്ങനെ വളരെ നല്ല കറക്റ്റായിട്ട് എന്ത് വേണം, ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ഈ ക്യാരക്ടർ ക്യാമറയിൽ പതിയേണ്ടതെന്നുള്ള ഉറപ്പുള്ള ഡയറക്ടേഴ്സ് ആയിരുന്നു. ഡയറക്ടേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് ദിവ്യ ചെയ്തത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം അതിൽ എവിടെയെങ്കിലും ഇപ്പോൾ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട് കരിയറിൽ. എനിക്ക് തോന്നുന്നു ഒരു തുടക്കം 96 തൊട്ട് ഇങ്ങോട്ട് 99 വരെ ഏറെക്കുറെ 16ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. അതിലേറെക്കുറെ 2-3 എണ്ണം ഒഴികെ ബാക്കി എല്ലാം വലിയ ഹിറ്റായിരുന്നു. ഇപ്പൊ ആകാശഗംഗ 99-ലാണ് എൻ്റെ ഒരു അല്ലെ ആകാശഗംഗ, അതുവരെ വലിയ ഹിറ്റായിരുന്നു. ബാക്കി പരാജയങ്ങൾ വളരെ പിന്നീട് അങ്ങോട്ട് ചെയ്ത സിനിമകൾ ആ ഒരു ഗോൾഡൻ എറ നമുക്ക് ആ 3 വർഷം വിളിക്കാം. പിന്നീട് അങ്ങോട്ട് ചെയ്ത സിനിമകൾ ഇതിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊരു താഴ്ന്നു നിന്ന സിനിമകളായിരുന്നു കംപ്ലീറ്റ്. വിജയം ഉണ്ടാവാൻ പക്ഷെ എന്നാലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമകളിലോ അങ്ങനത്തെ ഒരു അത്രയും വലിയ വിജയം കയറ്റി പിടിക്കുന്ന കഥാപാത്രങ്ങളിലേക്കൊന്നും അങ്ങനത്തെ സിനിമകൾ ദിവ്യയുടെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അന്നേരം ഒന്ന് മാറി ചിന്തിക്കാം, അല്ലെങ്കിൽ ഒരു റീതിങ്ക് വേണം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനൊന്ന്
ഒന്നുകൂടെ ഒന്ന് ഒരു ഫിൽറ്ററിങ് വേണമെന്ന് വന്നിട്ടുണ്ടോ? ഇല്ല, അത് കഴിഞ്ഞിട്ടാണ് ഉസ്താദ് ഫ്രണ്ട്സ് പ്രണയവർണ്ണങ്ങളും അതല്ല ഇതിനുള്ളില ഇത് പ്രണയവർണ്ണങ്ങളൊക്കെയോ? പ്രണയവർണ്ണങ്ങള് 99 ഉസ്താദും ഫ്രണ്ട്സും എനിക്ക് എന്താ എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, ഞങ്ങളൊരു US ടൂർ പോയപ്പോൾ അവിടെ ഒരേ സമയത്ത് ഈ 2 സിനിമകളും 2 തിയേറ്ററിലായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അത് മില്ലേനിയത്തിലാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ആ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ നമ്മളങ്ങനെ വിജയ പരാജയങ്ങളെ അങ്ങനെ നോക്കിയിട്ടില്ല. നമ്മൾക്ക് വിളികൾ വരുമ്പോൾ സിനിമകളിലേക്ക് പിന്നീടും സ്ക്രിപ്റ്റ്സ് വരുമ്പോഴും നല്ല സ്ക്രിപ്റ്റ്സ് വരുമ്പോഴും നമ്മളത് നോക്കി ചെയ്തിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നക്ഷത്രങ്ങൾ പറയാതിരുന്നതെന്ന് പറയുന്ന ഒരു മൂവി നമുക്ക് ഫ്രെയിം ടു ഫ്രെയിം ഉള്ള നിറയെ സീൻസ് ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ അത് മുകേഷ് ഏട്ടനായിട്ടുള്ള ജയഭാരതി ചേച്ചി ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ നമ്മൾ ആയിരമേനി ചെയ്തു, ദാറ്റ് വാസ് ഓൾസോ ബിഫോർ ഓൺലി. സോ അങ്ങനെ ബോക്സ് ഓഫീസ് നോക്കിയിട്ടുള്ള ഒരു യാത്രയായിരുന്നില്ല. പിന്നെ അച്ഛനും അമ്മയ്ക്കും ആദ്യം തൊട്ടേ ലൈഫിൽ ഇതും കൂടി ആഡ് ഓൺ ആയിരുന്നു. അതായത് ഇറ്റ് വാസ് നോട്ട് ലൈക്ക്, അതുകൊണ്ടാണ് കോളേജും ഡാൻസും ഒക്കെ അതിന് സൈഡ് ടു സൈഡ് കൊണ്ടുപോയത്. സിനിമ വാസ് വൺ മോർ തിങ് ദാറ്റ് വി ആഡഡ് ഓൺ ടു ദ പ്ലേറ്റ്. സോ അതായത് ഇപ്പോൾ ഇതില്ലെങ്കിലും പഠിത്തമുണ്ടെങ്കിൽ നൃത്തമുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു കണ്ടിന്യൂ എന്നുള്ളത് ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. സോ നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലേക്കായിരുന്നു എന്നെ ട്രെയിൻ ചെയ്തത് അവർ. അതുകൊണ്ട് ഇപ്പം ഈ നൃത്തം എന്ന് പറയുമ്പോൾ ഒരു ദിവസം നൃത്തത്തിന് എത്ര സമയം മാറ്റി വയ്ക്കും? അങ്ങനെയാണോ അതെയോ കുറച്ച് ദിവസം ഗ്യാപ്പ് കൊടുക്കുമോ? അത് എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണോ? എങ്ങനെയാണ് ഒരു ദിവസം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയും? ദിവ്യയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം തുടങ്ങി അവസാനിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഒരു ദിവസം എന്ന് പറയുന്നത് ഡെയിലി നൃത്തമായിട്ട് സമയമുണ്ട്. കാരണം ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഡെയിലി വൈകുന്നേരം ഒരു 3 മണിക്കൂർ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. സോ അത് നൃത്തത്തിൻ്റെ സമയം, അത് പക്ഷെ പഠിപ്പിക്കുന്ന സമയം. ഞാനും ഡാൻസുമായിട്ടുള്ള സമയങ്ങൾ രാവിലെയോ എപ്പോഴെങ്കിലും കുഞ്ഞുങ്ങളുടെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞിട്ട്, വളരെ അതിരാവിലെ ആയിരുന്നു പണ്ടൊക്കെ. പക്ഷേ ഇപ്പോൾ രാവിലെ അവരെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം ബിറ്റ്വീൻ 9 and 11 ആ ഒരു സമയത്താണ് കൂടുതൽ. ഇപ്പോൾ ഈ മൃദംഗനാദത്തിന് വേണ്ടിയിട്ട് തന്നെയുള്ള കോറിയോഗ്രാഫികളും ഒക്കെ ആ ഒരു സമയത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കൊറിയോഗ്രാഫി ദിവ്യയാണ് ചെയ്തത്. എത്രാമത്തെ എന്താണ് ഇപ്പം നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ് എന്നൊക്കെ പറയില്ല, ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്താൻ വേണ്ടി അതിന് മുന്നേ ഒരുപാട് ഡ്രാഫ്റ്റുകൾ നമ്മൾ എഴുതിയത് ഫിൽറ്റർ ചെയ്തായിരിക്കും എൻ്റെ ഫൈനൽ എത്തുന്നത്. ഇപ്പം നമ്മളിനി കാണാൻ പോകുന്ന ഈ ഒരു ഡ്രാഫ്റ്റ് നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രാമത്തെ ആയിരിക്കും? ഒരു ഫോർത്ത്, നാലാമത്തെ എന്ന് വെച്ചാൽ നാലാമത്തെ ആണ് ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തത്. അതിന് ആവശ്യമുള്ള ചേഞ്ചസ് വരുത്തി അങ്ങനെയൊക്കെ ചെയ്തിട്ട്. അത് പല സ്ഥലങ്ങളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മൃദംഗനാഥം നമ്മൾ വളരെ ധൃതി പിടിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫ്ലോ ഓഫ് തോട്ട്സ് ഹാസ് ടു ഹാപ്പൻ. അതൊക്കെ ഇതെല്ലാം എന്താ പറയുക, ആ ഒരു വേറെ നമ്മളുടെ മേലെയുള്ള ഒരു ശക്തി അനുഗ്രഹിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. സ്പെഷ്യലി കോറിയോഗ്രാഫി എന്നെ സംബന്ധിച്ച്. കാരണം അതൊരു സിങ്ക് ആയിരിക്കണമല്ലോ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞുങ്ങളുടെ ജിംനാസ്റ്റിക്സിനൊക്കെ പോകുമ്പോൾ അപ്പോൾ 1 മണിക്കൂർ നമ്മളവിടെ പേരൻ്റായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോഴൊക്കെ ഞാൻ ഈ പാട്ട് നാദം നാരദവീൻ ഞാൻ ഫുൾ ടൈം ഇവരെ വിളിക്കുമ്പോഴും ഒക്കെ അപ്പോൾ ഈ ആളുകളൊക്കെ നോക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിൻ്റെ കോറിയോഗ്രാഫി അങ്ങനെ ഒരു 10 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഗാനം നമ്മുടെ കയ്യിലേക്ക് എത്തി. ഒരു വിത്തിൻ 10 days ആണ് അതിൻ്റെ ഫൈനൽ ഔട്ട് നമ്മൾ കൊടുത്തത്. ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ ഫേസ് ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സാണ്. പക്ഷേ കൈതപ്പുറം തിരുമേനി എഴുതി, അദ്ദേഹത്തിൻ്റെ മകൻ സംഗീതം ചെയ്ത്, അനൂപ് പാടി, മൃദംഗ അവരുടെ ഇനിഷ്യേറ്റീവിൽ ഇതിൽ തുടങ്ങുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് ദിവ്യയുടെ ഒരു എൻട്രി എപ്പോഴായിരുന്നു? ആക്ച്വലി നമ്മളെല്ലാവരും ഏകദേശം ഒരേ സമയത്താണ്. ഇതിൻ്റെ ആദ്യം തൊട്ട് തന്നെ നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ സംസാരിച്ച് തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ ഒരു ഗാനം റെഡി ആവുന്നുണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേ സമയത്ത് ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ്. 8 മാസങ്ങൾക്ക് മുന്നെയാണ് എല്ലാവരും ഏറെക്കുറെ ഒരേ സമയത്ത് തന്നെയാണ്. അതെ അതെ. ഇത് ശരിക്കും ഒരു ബ്രെയിൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ മൃദംഗാവിഷന്റെ ആണോ? അതെ, മൃദംഗാവിഷന്റെ ആണ്. അതെ, അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ CEOs ആയിട്ടുള്ള മിസ്റ്റർ ഷമീർ ആൻഡ് മിസ്റ്റർ നികോഷ്, അവരുടെ 2 പേരുടെയും ഒരു വിഷൻ
പിന്നെ അവരുടെ ആ ഒരു ഫുൾ ടീം, ആ ഒരു മാഗസിൻ ഇനി തുടർന്ന് അങ്ങോട്ടും മാഗസിൻ്റെ ഉദ്ദേശം ഇത്തരം അതായത് കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പ്ലാറ്റ്ഫോംസും ഓപ്പർച്യൂണിറ്റീസും ഇതൊരു വലിയ ഇവൻ്റാണ്. അത് മാത്രമല്ലാണ്ട് ഒരുപാട് ബഡിങ് ആർട്ടിസ്റ്റുകൾക്കുള്ള വേദികൾ ഒരുക്കുക, പിന്നെ ഇൻ ജനറൽ ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ്, ആർട്ടിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഓൾറെഡി ഉണ്ട്, പക്ഷേ അത് അവരെ ഒന്നിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഗോൾ എന്ന് പറയുന്നത് അടുത്ത ജനറേഷന് ആർട്ടിലേക്ക് അടുപ്പിക്കുക, അവരെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് പഠിക്കാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇത് ഇപ്പം മൃദംഗാവേശൻ ഇത് ഒരു വലിയ ഇവൻ്റായിട്ട് ചെയ്തതിന് ശേഷം ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നൊരു ആശയം വന്നതാണോ, അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആശയം ഉണ്ടാക്കിയതാണോ? അത് രണ്ടും ഒന്നിച്ചാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ദേ കോംപ്ലിമെന്റ് ഈച്ച് അതർ. അങ്ങനെയാണ്. അതെ അതെ. നമുക്ക് സിനിമയിലേക്ക് ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 96 ബാലതാരായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ 96 കല്യാണ സൗന്ദര്യത്തിലൊക്കെ വരുമ്പോൾ എനിക്ക് 9, 10 ആ ഒരു ക്ലാസ്, ആ ഒരു ഏജ്, ഐ മീൻ അവർ ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരുന്നു. ഒരു 14-15 വയസ്സിലൊക്കെ പഠിക്കുന്നതായിരുന്നു. ഇപ്പം സമകാലീനരായ ഇപ്പം മഞ്ജു വാര്യരാണെന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ കാവ്യമാധവനാണെന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ സിനിമയിൽ വരുന്ന ഒരു 13-14 വയസ്സിൽ നായികന്മാരായിട്ടാണ്. എല്ലാവരും ദിലീപേട്ടൻ്റെ കൂടെയാണ് വരുന്നത്, നായികന്മാരായിട്ടാണ് വരുന്നത്. വലിയ വലിയ റോളുകളാണ് എല്ലാവരും ചെയ്യുന്നത്, വളരെ സീരിയസ് ആയിട്ട് കുറച്ച് മെച്ചുവേർഡ് റോളുകളാണ് ചെയ്യുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 വയസ്സുള്ള ഒരു നായിക നമുക്ക് കാണാൻ പറ്റില്ല, ഉണ്ടെങ്കിൽ അത് സ്കൂൾ കുട്ടിയായിരിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഇങ്ങനെ ഒരു സിനിമ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു 15 വയസ്സായ കുട്ടിയെ ഒരു മെച്ചുവേർഡ് ക്യാരക്ടറായിട്ട് ആരും കാസ്റ്റ് ചെയ്യില്ല. ഉണ്ടെങ്കിലും അതൊരു ടീനേജ് +2 ലവ് സ്റ്റോറി ആയിരിക്കും. അത് എന്തുകൊണ്ടായിരിക്കും അതിന് മാറ്റം? ആളുകൾ മാറുന്നതിൻ്റെ ആണോ, അതായത് സിനിമ മാറിയതിൻ്റെ ആയിരിക്കുമോ? അതിൻ്റെ ഒരു ഉത്തരം എന്തായിരിക്കും? ഒരു പക്ഷേ നിങ്ങളുടെ ജനറേഷനിൽ ഒരു 15-കാരിക്കും 14-കാരിക്കും വലിയ ശരിക്കും ഒരു മെച്ചുവേർഡ് നായികയായിട്ട് നിങ്ങൾ റോൾ ചെയ്യുന്നു. ഇപ്പം അങ്ങനെ ഒരിക്കലും ഒരു സിനിമ ടെക്നീഷ്യൻ ചിന്തിക്കില്ല. അതെ അതെ. എന്തുകൊണ്ടായിരിക്കും അത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കുള്ള ചോദ്യമല്ല, ടെക്നീഷ്യനുള്ള ചോദ്യമാണ്. പിന്നെ ദ സെക്കൻഡ് തിങ് ഐ തിങ്ക് ഇസ് ഇപ്പോൾ കുട്ടികൾ ആ ഒരു സ്റ്റേജിലല്ല വരുന്നത്, അത് കുറച്ചും കൂടെ ലേറ്റർ ഓൺ ആണ് ഈവൻ ഫീമെയിൽ ആക്ടേഴ്സും ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ആ ഒരു എന്താ പറയുക, എല്ലാ സിനിമയിൽ തന്നെ എല്ലാ പ്രായത്തിലുള്ള സബ്ജക്ട്സും, അതായത് ഇപ്പോൾ ഫീച്ചേർഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് ജസ്റ്റ് നോട്ട് റിവോൾവിങ് അറൗണ്ട് ഒരു സ്മോൾ ഏജ് ഗ്രൂപ്പ്. അതുകൊണ്ടും കൂടിയാണ് എന്ന് തോന്നുന്നു. അതായത് പല നമ്മളുടെ ഇന്നത്തെ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന, സമൂഹം ഇവോൾവ് ആവുമ്പോൾ കാണുന്ന മാറ്റങ്ങളാണെന്ന് തോന്നുന്നു എനിക്ക്. ഇന്നസെന്റ് സാർ, സുകുമാരി അമ്മ, ശിവജി സാർ, മയൂരി മാം, ഇവരൊന്നും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. രാജൻ പി ദേവ് സാറ്, ഇവരാരും നമ്മുടെ കൂടെ ഇല്ല. ക്യാപ്റ്റൻ രാജു സാറ്, ഹനീഫിക്ക, കൽപ്പന ചേച്ചി, ഞാൻ ആകാശഗംഗ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അഭിനയിച്ച മേജർ താരങ്ങൾ ഒന്നും തന്നെ നമ്മളുടെ ഒപ്പമില്ല. ഇപ്പൊ ദിവ്യ ഉണ്ണി എന്നൊരു പേര് പറയുമ്പോൾ ഓഫ്കോഴ്സ് ഒരുപാട് കേട്ട ചോദ്യമായിരിക്കും, ആകാശഗംഗ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു പേര് പറയാൻ പറ്റില്ല. അതാണ് പെട്ടെന്ന് എല്ലാവരും സ്ട്രൈക്ക് ചെയ്യുന്നത്, ദിവ്യ ഉണ്ണി, ആകാശഗംഗ. അപ്പം ആ ഒരു സിനിമയെ പറ്റി ഓർക്കുമ്പോൾ ഇവരെ പറ്റിയൊക്കെ വരുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? ഇത്രയും പേര് ആ സിനിമയിൽ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അവരിൽ പകുതിയോളം ആളുകൾ ഇപ്പൊ നമ്മുടെ ഒപ്പമില്ല. അതെ അതെ. അവരൊക്കെ ആയിട്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കണക്ഷൻ മൊമെന്റ്സ് എനിക്ക് ആ ചിത്രത്തിൽ നിന്ന് മാത്രമല്ല, ഞാൻ സുകുമാരിയമ്മയുടെ കൂടെ മറവത്തൂരും ചെയ്തിട്ടുണ്ട്, രാജുവങ്ങളുടെ കൂടെ കല്യാണ സൗന്ദര്യം തൊട്ട് അറിയാം എനിക്ക്, രാജൻ പി അങ്കളുടെ കൂടെ ആയിരമേനിയിൽ എൻ്റെ അച്ഛനായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ ചെയ്ത സിനിമകളൊക്കെ, ഇവരുടെയൊക്കെ കൂടെ ചെയ്ത സിനിമകൾ 30-40 ദിവസമൊക്കെ ഒരേ സമയം നീണ്ടു നിന്ന സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോണ്ട്, ആയിരമേനിയിലൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെയുള്ള ഒരു സോങ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര പാലക്കാടൻ ചൂടിൽ, അതിങ്ങനെ കാല് പൊള്ളുന്ന ചൂടിലെടുത്ത സോങ്. അപ്പം നമ്മളെല്ലാവരും ഒരേ മനസ്സോടു കൂടി ഇങ്ങനെ കുറേ മൊമെൻറ്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്നിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒക്കെ. എൻ്റെ അച്ഛനും എല്ലാവരും ഇപ്പോൾ സുകുമാരിയമ്മയായിട്ടൊക്കെയുള്ള ഞങ്ങൾ പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വൈകുന്നേരം സുകുമാരിയമ്മ അവിടെ അടുത്തുള്ള അമ്പലം, ഇവിടെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ ഞങ്ങൾ റെഡിയാണ്, ഞാനും അച്ഛനും റെഡിയാണ്. തമിഴ്നാട്ടിലെ അമ്പലങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അവിടെ മരുതമലയുണ്ട്, നമുക്ക് അവിടെ പോവാം. ഓ ശരി പോവാം. ഇവിടെ ഈ അമ്പലമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അമ്പലയാത്രകൾ ചെയ്തിട്ടുണ്ട്.
ഇന്നസെൻ്റ് അങ്കിളിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ് അങ്കിൾ എപ്പോഴും ഇങ്ങനെ ഒരു കംഫർട്ടിങ്, പക്ഷേ ഡയലോഗൊക്കെ പഠിച്ചിട്ടില്ലേ, അത് പറഞ്ഞാൽ മതി, ഇപ്പോൾ പറഞ്ഞത് ശരിയാണല്ലോ. പിന്നീട് ആ ഒരു ലെവൽ ഓഫ് കംഫർട്ട് ആൻഡ് കോൺഫിഡൻസ് ആണ്. അന്നും അതെ, ഇപ്പോഴും അതെ. ആകാശഗംഗ, സൂര്യപുത്രൻ ഒരേപോലെയുള്ള സ്നേഹമാണ്. അതിനുശേഷം അമേരിക്കയിൽ എത്തിയിട്ടും ഞാൻ പലതവണ സംസാരിച്ചിട്ടുള്ളപ്പോഴുമൊക്കെ ഒരു പോസിറ്റിവിറ്റിയാണ് തന്നിരിക്കുന്നത്. രാജൻ അങ്കിളിൻ്റെ വീട്ടിലെ ഒരു കല്യാണത്തിന് ആണ്, അതിൻ്റെ ക്ഷണത്തിനാണ് അവസാനമായിട്ട് ഞാൻ ശബ്ദം എനിക്ക് കേട്ട ഓർമ്മ. ഒരു ഫോൺ കോളിലാണ് കല്യാണം. ഞാൻ US പോയി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു അങ്കിളുടെ വീട്ടിൽ. മകളുടെ ആണോ അതിന് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് അങ്കിൾ വിളിച്ചപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരെയും കൂടെ ചേർത്ത് വിളിച്ചതാണ്. ഞാൻ ഉണ്ടായിരുന്നു വീട്ടിൽ. സോ അപ്പോഴാണ് ഞാൻ ശബ്ദം കേട്ടത്. അങ്ങനെ ഒരുപാട് പേര്, NF അങ്കിളൊക്കെ ഞാൻ ആക്ച്വലി സീരിയലിൽ അഭിനയിക്കുന്ന സമയം തൊട്ട് എനിക്ക് അറിയാം. NF അങ്കിളിനെ ഞങ്ങൾ ദൂരദർശൻ സീരിയൽസിൻ്റെ ആ സമയം തൊട്ട് അറിയാം. എപ്പോഴും ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മകളോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പേര് അതിൽ ആ സിനിമയിലുള്ള, ഈവൻ ആ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു ഫുൾ യൂണിറ്റിൻ്റെ ഒരു ഫോട്ടോ ഇറങ്ങിയിരുന്നു ആകാശഗംഗയുടെ. അതിലിപ്പോൾ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ കൂടെ ഇല്ല. കുറേ പേര് നമ്മൾ ഫേസ് അറിയുന്നവരെ നമുക്ക് പെട്ടെന്ന് ആളുകൾ ചർച്ച ചെയ്യുള്ളൂ, അല്ലാതെ പക്ഷെ നമ്മുടെ ടീമിലുള്ള കുറേ പേര് ഉണ്ട്. അതെ. എനിക്ക് തോന്നുന്നു പിന്നീട് ഇപ്പൊ എനിക്ക് തോന്നുന്നു സിനിമയുടെ പേര് മറന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ ഇന്നസെന്റ് സാറും മറ്റേ സൂര്യപുത്രൻ മെൻഷൻ ചെയ്യാൻ ഞാൻ വച്ചിരുന്ന ഒരു ചോദ്യം തന്നെയാണ് സൂര്യപുത്രൻ. അതില് വന്ന് കയറുന്ന ഒരു ക്യാരക്ടർ കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു ഇന്നസെന്റ് സാറുമായിട്ട് കുറച്ചധികം കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. രാത്രിയിലൂടെ എന്താ പറയുക, ഞങ്ങളൊക്കെ ഉറങ്ങാറാണ് പതിവ് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഒരുപാട് ചിരിച്ച ഡയലോഗ്സും സിനിമയൊക്കെ ആയിരുന്നു. അതെ, കാരണം അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയിട്ടുള്ള, പക്ഷെ നമ്മൾക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഡയലോഗ് ഡെലിവറി ആണല്ലോ. സോ പക്ഷെ അപ്പോൾ ചിരിച്ച് ഞാൻ റീടേക്ക് വന്നാലും വളരെ കാമായിട്ടാണ് അദ്ദേഹം നിൽക്കാറുള്ളത്. ഇപ്പോഴും 2-3 സീനുകൾ ഒരുപാട് ഈ കോമഡി ആയിട്ട് യൂട്യൂബിലൊക്കെ കിടന്ന് ഓടുന്ന, ഒന്ന് ഈ 2 മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു വെക്കുന്നത്, 2 മുഖത്തും മീശയില്ല എന്ന് പറയുന്ന ഒരു ഇതും, അതുപോലെ ജഗതി അദ്ദേഹത്തിന്റെ തമ്പാനോട് തമ്പാൻ എന്ന് പറയുന്ന സീന്, പിന്നെ അതുപോലെ തന്നെ കലാഭവൻ മണിച്ചേട്ടന്റെ ആ രാധികയെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പോഴും ഒരുപാട് ട്രോളുകളിലൊക്കെ വരുന്നതാണ്. ഈ ട്രോൾ എന്ന് പറഞ്ഞപ്പം കണക്ട് ചെയ്ത് അതുപോലെ ഒരു ചിരി അതിലാണ് വന്നത്. ആ മണിച്ചേട്ടൻ്റെ അതിലാണ് കല്യാണ സൗന്ദര്യത്തിലെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു അത്. ഓ, അതിലാണല്ലേ തന്നെ. ഓക്കെ, അതെനിക്കൊരു പുതിയ, ഞാൻ വിചാരിച്ചു പണ്ട് കാസറ്റ് തൊട്ടേ അതറിയില്ല, പക്ഷെ അത് സിനിമയിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ സിനിമയിലുണ്ട് അത്. സോ അത് ഏത് അതിൽ നിന്ന് ഇതിലേക്ക് എടുത്തതാണോ അതൊക്കെ അന്നേരം പക്ഷെ വന്നതാണ് കേട്ടോ. ഇറ്റ് വാസ് നോട്ട് ഇൻ ദ സ്ക്രിപ്റ്റ് ഓർ എനിത്തിങ്. ഈ ഐ ലവ് യു അതൊക്കെ ആ ഡിസ്കഷനിലെ സീനിൽ വന്നതാണ്. ഐ ലവ് യു എന്ന് പറയുന്നതുണ്ട്, പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ വെച്ച് അദ്ദേഹം മാറ്റിയെടുത്തതാണ്. ഐ ലവ് യു എന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷനും ഒക്കെ അദ്ദേഹം തന്നെ കൊണ്ടുവന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ ഈ ഒരു ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ, എസ്പെഷ്യലി കല്യാണ സൗന്ദര്യത്തിൽ പാക്ഡ് ആണ്. ഇന്ദ്രൻ ചേട്ടനുണ്ട്, ഹരിശ്രീ ചേട്ടനുണ്ട്, ജഗദീഷ് ചേട്ടൻ, കുറേ പേരുണ്ട്. ഞാനിങ്ങനെ കണ്ട് വണ്ടർ അടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കും, അതിനുശേഷം കുറെ കാര്യങ്ങളുണ്ടാവും സീൻ എടുത്ത് വരുമ്പോൾ. ഒരുപാട് ലെജൻസ് ആ സിനിമയില് അഭിനയിച്ചിട്ടുണ്ടല്ലേ? ശരിക്കും പറഞ്ഞ ഒരു പാഠപുസ്തകമല്ല ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യും, പ്രത്യേകിച്ച് ഭരതൻ സാറിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. ഈ ഇത്രയും സിനിമകളൊക്കെ വർക്ക് ചെയ്തതിന് ശേഷവും സിനിമയുടെ മറ്റ് മേഖലകളിൽ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം എന്നൊരു തോന്നലുണ്ടായിട്ടില്ലേ? അന്ന് AD വർക്കൊക്കെ കുറച്ചൊക്കെ ചെയ്യും, കണ്ടിന്യൂറ്റി എഴുതല്, പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കല്. പ്രോംപ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമായിരുന്നു. പ്രോംപ്റ്റ് മിക്കവാറും എല്ലാത്തിനും അവിടെ പോയി നിൽക്കും. അത് ഇഷ്ടമാണ്. ഈ ലൊക്കേഷനിൽ എനിക്ക് എൻ്റെ സീൻ ഇല്ലെങ്കിലും എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനും പരീക്ഷക്കാലം അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി നിൽക്കും. അങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കാരുണ്യത്തിൽ ജയറാമേട്ടൻ ഒരു എഴുത്ത് വായിക്കുന്നുണ്ട്, മുരളി അങ്കിൾ എഴുതിയേക്കണേ. അതായത് അദ്ദേഹത്തിനെ കാണാനില്ല, ആ ക്യാരക്ടർ പാസ്ഡ് അവേ എന്നുള്ളത് അറിഞ്ഞിട്ട് ഈ അച്ഛൻ മകൻ എഴുതിയ ഒരു എഴുത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ എഴുത്ത് സൈലൻറ്റ് റിയാക്ഷനാണ്, പക്ഷെ അതിൻ്റെ ശബ്ദം പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത് മുരളി അങ്കിളിൻ്റെ ശബ്ദം. അപ്പോൾ അദ്ദേഹം വന്നിത് വളരെ പതുക്കെ വായിച്ച് കൊടുത്തു.
അദ്ദേഹം വന്നു വായിച്ചു അദ്ദേഹം ലൊക്കേഷൻ അപ്പൊ ഇതൊക്കെ എനിക്ക് കാണാം. ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ട് എനിക്ക്. ഞാനിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ, ഞാൻ ഒരിടത്ത് ഇരിക്കാൻ ഇഷ്ടമല്ല, ഞാൻ ഇങ്ങനെ ഓടി നടക്കും. ക്ലാപ്പ് അടിക്കാൻ പഠിക്കുക, ക്ലാപ്പ് അടിക്കുമ്പോൾ കണ്ണടയ്ക്കാണ്ടിരിക്കുക, ഇങ്ങനത്തെയൊക്കെ കുറെ ഞാൻ തന്നെ എനിക്ക് തന്നെ കുറെ പണി കൊടുത്ത് കണ്ടിന്യൂറ്റി എഴുതുക. പിന്നെ ഒരു സമയത്ത് കുറച്ച് നെയിൽ പോളിഷ് ക്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൂര്യപുത്രന് നീലയും മഞ്ഞയാണെങ്കിൽ പകുതി നീല പകുതി മഞ്ഞൊക്കെ വരച്ചു വയ്ക്കും. എന്നിട്ട് എടി വന്നിട്ട് അയ്യോ ഇത്, അപ്പോൾ അടുത്തതിന് കണ്ടിന്യൂറ്റി. അപ്പോൾ പറയും ഇത് ദിവ്യ തന്നെ എഴുതി വയ്ക്കും. നമ്മൾ ഞാൻ എഴുതാം, അങ്ങനെ കണ്ടിന്യൂറ്റി എഴുതി തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ ഓരോരോ സൈഡും വെറുതെ ഒരു രസത്തിന്. അപ്പോൾ പക്ഷേ എല്ലാം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ശ്രമിക്കണമെന്നൊന്നും തോന്നിയില്ല, വെറുതെ രസമാണ്. ഇല്ല, നോ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, ഇതൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കഷ്ടപ്പാട് മനസ്സിലാക്കാൻ ശ്രമിച്ചു അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല.